ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൻ്റെ തൊട്ടടുത്തുള്ള പാരഗ്രാഫ് നോക്കുക. അതിൻ്റെ ഒരു യൂസാണ് അതിൽ പറയുന്നത്. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ഹാസ് ബീൻ യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് കമ്പ്യൂട്ടേഴ്സ് ടു ടെസ്റ്റ് ഫോർ പ്രൈമാലിറ്റി ഓഫ് certain numbers. One case concerned the number p is equal to 2 raised to 257 minus 1. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഹയർ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ വേണ്ടി വരിക. ഇത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു നമ്പർ പ്രൈം ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം p ഈസ് ഈക്വൽ ടു 2 raised to 257 minus 1 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുക. ഇഫ് p പ്രൈം ആണെങ്കിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം വെച്ചിട്ട് നമുക്ക് 10 p mod p 10 mod p എന്നെഴുതാൻ സാധിക്കും. കാരണം a raised to p mod p a mod p ആണ്. p പ്രൈം ആണെങ്കിൽ നമ്മളിവിടെ 10 എന്നെടുക്കുന്നു. 10 p പ്രൈം ആണെങ്കിൽ 10 p യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് 10 p mod p 10 mod p എന്ന് എഴുതാൻ സാധിക്കും p പ്രൈം ആണെങ്കിൽ. therefore 10 കൊണ്ട് മൊത്തത്തിൽ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 10 p + 1 mod p 100 mod p എന്ന് കിട്ടും. യൂസിങ് മൾട്ടിപ്പിൾ പ്രിസിഷൻ ആൻഡ് എ സിമ്പിൾ ലൂപ്പ് എ കമ്പ്യൂട്ടർ വാസ് ഏബിൾ ടു കാൽക്കുലേറ്റ് 10 p + 1 mod p 10 2 raised to 257 mod p in a few seconds. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 10 p + 1 mod p 10 2 raised to 257 mod p എന്നാണ് കിട്ടുക. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? 100 mod p എന്നായിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയല്ലോ കിട്ടിയത്. അപ്പോൾ p is not prime. Okay. Example 5. The converse of Lagrange's theorem is false. ലഗ്രാഞ്ചസ് തിയറം ത്തിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ഒന്നും ട്രൂ ആവണമെന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നത്. ഗ്രൂപ്പ് A4 ഓഫ് ഓർഡർ 12 ഹാസ് നോ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 6. A4 അറിയാമല്ലോ, ആൾട്ടർനേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 12 ആണ്. ആൾട്ടർനേറ്റീവ് ഗ്രൂപ്പ് ഓൺ 4 ലെറ്റേഴ്സ് ആണ് A4 എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ 12 ആണെന്നറിയാം. ഹാസ് നോ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6 എന്ന് നമ്മളിപ്പോൾ കാണിക്കും. ടു വെരിഫൈ ദിസ് റീകോൾ ദാറ്റ് A4 ഹാസ് 8 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 3. ഓർഡർ കണ്ടുപിടിക്കുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എലമെൻറ്റ്സിൻ്റെ സ്ട്രക്ചർ എഴുതുക. സ്ട്രക്ചറിൽ വരുന്ന സൈക്കിൾസിൻ്റെ ലെങ്ത് എടുക്കുന്നു, അതിൻ്റെ LCM കാണുന്നു. ഇപ്പോൾ A4 നോക്കിക്കഴിഞ്ഞാൽ A4 ഹാസ് 8 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 3 എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആൽഫ 5 ത്രൂ ആൽഫ 12 ഇൻ ദി നൊട്ടേഷൻ ഓഫ് ടേബിൾ 5.1. ഈ ടെക്സ്റ്റിലെ ഈ ചാപ്റ്ററിന് തൊട്ട് മുമ്പ് വരുന്ന ടേബിൾ 5.1 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ് സപ്പോസ് ദാറ്റ് H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6. ഇനി H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഇനി ഉണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓർഡർ 6 വരുന്നതാണ്. ലെറ്റ് A ബി എനി എലമെൻറ്റ് ഓഫ് ഓർഡർ 3 ഇൻ A4. അപ്പോൾ ഈ A4-നകത്തിൽ ഓർഡർ 3 ഉള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു. ഇഫ് ആ A എന്ന് പറയുന്നത് ഇഫ് A ഈസ് നോട്ട് ഇൻ H എന്താണ്? സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6 ആണ്. A എന്ന് പറയുന്ന H-നകത്തിലില്ലെങ്കിൽ നമുക്ക് A4-ന് H യൂണിയൻ AH എന്ന് എഴുതാം. കാരണം എന്താ? H-നകത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. AH എന്ന് പറയുന്നത് നോട്ട് ഇൻ H ആണെങ്കിൽ AH ഇസ് നോട്ട് ഈക്വൽ ടു H ആയിരിക്കുമല്ലോ. നേരത്തെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ H-ഉം AH-ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇനി എല്ലാ കോസറ്റിനും ഒരേ കാർഡിനാലിറ്റി ആയതുകൊണ്ട് H-നും 6 എണ്ണം ഉണ്ട്, AH-ലും 6 എണ്ണം ഉണ്ടാവും. A4-ൽ എത്ര എലമെൻറ്റ് ടോട്ടൽ ഉണ്ട്? 12 ഉണ്ട്. അപ്പം H-ഉം AH-ഉം കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? A4 തന്നെ ആയിരിക്കും. കാരണം ഇത് രണ്ടും അതിൻ്റെ സബ്സെറ്റുകളാണ്. ബട്ട് ദെൻ A സ്ക്വയർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. A സ്ക്വയർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഈസ് ഇൻ H ഓർ A സ്ക്വയർ ഈസ് ഇൻ AH. അപ്പോൾ A സ്ക്വയർ എന്ന് പറയുന്ന എലമെൻറ്റ് ഒന്നുകിൽ H-നകത്ത് വരും, അല്ലെങ്കിൽ A സ്ക്വയർ എന്ന് പറയുന്ന എലമെൻറ്റ് AH-നകത്ത് വരും. കാരണം എന്താ? A എന്ന് പറയുന്ന A4-ലത്തൊരു എലമെൻറ്റ് ആണ്. അപ്പോൾ A എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് A സ്ക്വയർ എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ വരും? A4-നകത്ത് വരും. ഇനി A4 ഈക്വൽ ടു H യൂണിയൻ AH ആണ്. അപ്പോൾ A സ്ക്വയർ എവിടെ? ഒന്നുകിൽ H-ൽ വരും, അല്ലെങ്കിൽ AH-ൽ വരും. ഇനിയിപ്പോൾ 2 പോസിബിലിറ്റി ആണുള്ളത്. ഇനി ഇഫ് A സ്ക്വയർ ഈസ് ഇൻ H, A സ്ക്വയർ H-ലാണെന്ന് നമ്മൾ എടുക്കുന്നു. ദെൻ സോ ഈസ്, അങ്ങനെയാണെങ്കിൽ H ഒരു സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്
എ സ്ക്വയറിൻ്റെ സ്ക്വയർ ഇവിടെ തന്നെ വരണം, എച്ചിൽ വരണം. എ സ്ക്വയറിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു a⁴ ഈസ് ഈക്വൽ ടു എ ആണ്. കാരണം ഇതിൻ്റെ ഓർഡർ എന്താണ്? 3 ആണ്. അപ്പോൾ a⁴ a³ ഐഡൻറ്റിറ്റി വരും. a⁴ നമുക്ക് എന്ന് കിട്ടും. സോ ദിസ് കേസ് ഈസ് റൂൾഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ എച്ചിൽ വരുമെന്ന് നമുക്ക് കിട്ടുന്നു. എ സ്ക്വയറിൻ്റെ സ്ക്വയറും അപ്പോൾ എച്ച് വരണം. എ സ്ക്വയറിൻ്റെ സ്ക്വയർ എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന എച്ചിൽ വരുന്നു എന്ന് കിട്ടും. അപ്പോൾ അത് സാധ്യമല്ല, കാരണം എ എന്ന് പറയുന്നത് എച്ചിലില്ല എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ വരണം. അപ്പോൾ എ എച്ചിൽ വരണം. എ സ്ക്വയർ എച്ചിലില്ലെങ്കിൽ എ സ്ക്വയർ എച്ച് വരണം. ഇഫ് എ സ്ക്വയർ ഈസ് ഇൻ എ എച്ച്, എ സ്ക്വയർ എ എച്ചിനകത്തിലുണ്ടെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സ്മോൾ ലെറ്റർ എച്ച് ഫോർ സം സ്മോൾ ലെറ്റർ എച്ച് ഇൻ ക്യാപിറ്റൽ എച്ച്. കാരണം എ എച്ചിൽ വരുന്ന ഒരു എലമെൻറ്റിൻ്റെ ഫോം അതാണ്, എ എച്ച് ഫോർ സം എച്ച് ഇൻ എച്ച് എന്നാണ്. ബട്ട് ദിസ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ്, അപ്പോൾ ഇതിനകത്തുനിന്ന് ലെഫ്റ്റ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എച്ച് എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എവിടെ വരുന്നു? എ എന്ന് പറയുന്ന ഒരു എച്ച് ആണ്. എച്ച് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എച്ചിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എച്ച് ഉണ്ടെന്ന് കിട്ടും. അപ്പം എങ്ങനെ പോയാലും നമുക്ക് ഈ ഓർഡർ 3 ഉള്ള എലമെൻറ്റ് എവിടെ ഉണ്ടെന്നാണ് കിട്ടുന്നത്? എച്ചിനകത്തിലുണ്ടെന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഓർഡർ 3 ഉള്ള എല്ലാ എലമെൻറ്റും എവിടെ വരും? ഈ 6 ഓർഡർ വരുന്ന ഈ സബ് ഗ്രൂപ്പിൽ വരും. പക്ഷേ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 8 എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഓർഡർ 3 വരുന്ന 8 എലമെൻറ്റ്സ് ഉണ്ട്. എച്ചിൻ്റെ ആകെയുള്ള എച്ചിനകത്തിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം 6 ആണ്. ഓർഡർ 3 ഉള്ള എല്ലാ എലമെൻറ്റ്സ് എച്ചിൽ വരുവാണെങ്കിൽ എച്ച് 8 എലമെൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് കിട്ടും. അത് സാധ്യമല്ല. ദിസ് ആർഗ്യുമെൻറ്റ് ഷോസ് ദാറ്റ് എനി സബ് ഗ്രൂപ്പ് ഓഫ് A4 of order 6 must contain all elements of A4 of order 3, which is absurd. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് A4-ന് എന്തില്ല? 6 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പേ ഇല്ല എന്നാവും. Lagrange's theorem demonstrates that the finiteness of a group imposes several restrictions on the possible orders of subgroups. The next theorem also places powerful limits on the existence of certain subgroups in finite groups. Lagrange's theorem demonstrates that the finiteness of a group imposes സെവറൽ റെസ്ട്രിക്ഷൻസ് ഓൺ ദി പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ എലമെൻസിൻ്റെ എല്ലാം ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ വരാൻ കഴിയുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിയറം 7.2 ഓർഡർ ഓഫ് എച്ച് കെ ഇസിക്കൽ ഓർഡർ ഓഫ് എച്ചിൻ്റെ ഓർഡർ കെ ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ചിൻ്റെ സെക്ഷൻ കെ. നമുക്കത് പ്രൂവ് ചെയ്യാൻ നോക്കാം. For 2 finite subgroups H and K of a group, define the set H into K is equal to set of all small h into small k such that H belongs to H, K belongs to K. അപ്പോൾ എച്ച് കെ എന്ന് പറയുന്നത് എച്ചും കെയും ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ്സ് ആണ് ഒരു ഗ്രൂപ്പിൻ്റെ. അങ്ങനെയാണെങ്കിൽ എച്ച് കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിനകത്തിൽ വരുന്ന എലമെൻറ്റ്സ് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡ് സ്മോൾ ലെറ്റർ എച്ച്, ഈ സ്മോൾ ലെറ്റർ എച്ച് എവിടെ നിന്ന് എടുക്കും? ക്യാപിറ്റൽ എച്ചിൽ നിന്ന് എടുക്കും. റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ക്യാപിറ്റൽ കെ എന്നുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. എച്ച് കെ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു എച്ച്, കെ ബിലോങ്സ് ടു കെ. ദെൻ ഓർഡർ ഓഫ് എച്ച് കെ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. ഓക്കെ, although the set HK has order of H into order of K products. കാരണം എന്താ? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എച്ച് കെ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ അതിൽ ചെയ്തിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യണം നമുക്ക്. എച്ച് കെയിൽ എത്ര എലമെൻറ്റ്സ് മാക്സിമം വരാവുന്നത്? ഓർഡർ ഓഫ് എച്ചിൻ്റെ ഓർഡർ ഓഫ് കെ പ്രോഡക്റ്റ്സ് ആണ് ആ സെറ്റിൽ വരുന്നത്. കാരണം ഈ എച്ച് കെയ്ക്കകത്തിൽ എച്ച് എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്നു? ക്യാപിറ്റൽ എച്ചിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ എത്ര എണ്ണം എടുക്കാൻ പറ്റും? ക്യാപിറ്റൽ എച്ചിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പറ്റും. അപ്പം ഒരു എച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോരോ എലമെൻ്റ് അല്ലേ എച്ച് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഒരു കെയിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു, അപ്പോൾ എച്ച് ഇൻറ്റു കെ കണ്ടുപിടിച്ചു, അപ്പോൾ ഒരു എലമെൻറ്റ് കിട്ടുന്നു. അടുത്ത കെയിൽ നിന്ന് മറ്റൊരു എലമെൻ്റ് എടുത്തു, എച്ച് ഇൻറ്റു കെ കണ്ടുപിടിച്ചു, മറ്റൊരു എലമെൻറ്റ് കിട്ടുന്നു. ഇങ്ങനെ ഒരു എച്ചിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് കെയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എണ്ണം കിട്ടും. അപ്പം എച്ചിലെ മുഴുവൻ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എച്ചുകൾ പറ്റും? ഓർഡർ ഓഫ് എച്ച്
ഇൻറ്റു ഓർഡർ ഓഫ് കെ പ്രോഡക്ട്സ് പറ്റും. ഓൾ ഓഫ് ദ സെറ്റ് ഹാസ് അപ്പം ഓർഡർ ഓഫ് എച്ചിൻ്റെ ഓർഡർ ഓഫ് കെ പ്രോഡക്ട്സ് ആണ് ഇതിനകത്തിൽ വരാവുന്ന മാക്സിമം എലമെൻറ്റ്സ് ആണ്. ഈ മാക്സിമം എന്ന് പറയാൻ കാരണം നോട്ട് ഓൾ ഓഫ് ദീസ് പ്രോഡക്ട്സ് നീഡ് നോട്ട് റെപ്രസെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചിലതൊക്കെ ഈക്വലായിട്ട് വരാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഈക്വലായിട്ട് വരാവുന്നതാണ്. ദാറ്റ് ഈസ് വി മേ ഹാവ് എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് കെ ഡാഷ് വെയർ എച്ച് നോട്ട് ഈക്വൽ ടു എച്ച് ഡാഷ് ആൻഡ് കെ നോട്ട് ഈക്വൽ ടു കെ ഡാഷ്. നമുക്ക് ഈ രണ്ട് എലമെൻറ്റ്സ് ഈക്വലായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് കെ ഡാഷ് എന്ന് കിട്ടും. ചിലപ്പോൾ പക്ഷേ എച്ച് ഡാഷും അല്ല കെ ഡാഷും അല്ല. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരേ സാധനമല്ലല്ലോ നമ്മൾ പ്രോഡക്റ്റ് എടുത്തത്. ഓരോ എച്ചും കെയും മാറ്റി മാറ്റി കൊടുത്തു, കുറേ പ്രോഡക്റ്റ് എടുത്തു. ഏറ്റവും ലാസ്റ്റിൽ പ്രോഡക്റ്റ് എടുത്ത ഏതൊക്കെയോ എലമെൻറ്റ്സ് ഈക്വലായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ. To determine order of HK, we must find the extent to which this happens. അപ്പം ഇത് എത്രത്തോളം ഇത് ഈക്വലായിട്ട് വരും, എത്രത്തോളം ഇത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർ എവരി ടി ഇൻ എച്ച് ഇൻ്റർസെക്ഷൻ കെ ദ പ്രോഡക്റ്റ് എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ടി ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് കെ. So each group element in HK is represented by at least order of H intersection K products in HK. അപ്പോൾ എന്താ പറഞ്ഞത്? ഫോർ എവരി ടി ഇൻ എച്ച് ഇൻ്റർസെക്ഷൻ കെ, എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ നിന്ന് ഒരു ടി എടുത്തു കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് എച്ച് ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ടി ഇൻവേഴ്സ് ഇൻറ്റു കെ. ഈ ടി ഇൻവേഴ്സ് കൂടെ ചേർന്നാൽ ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് എച്ച് കെ തന്നെയാണ് കിട്ടുക. സോ അപ്പം ഏതൊരു എച്ച് കെയിനെ നമുക്ക് ഈ രീതി റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. സോ ഈച്ച് ഗ്രൂപ്പ് എലമെൻറ്റ് ഇൻ എച്ച് കെ റെപ്രസെൻറ്റഡ് ബൈ അറ്റ് ലീസ്റ്റ് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ പ്രോഡക്ട്സ് ഇൻ എച്ച് കെ. അപ്പോൾ ടി എന്ന് പറയുന്ന ഇവിടുത്തെ എടുത്താണ് എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ നിന്ന് എടുത്താണ്. അപ്പം എത്ര എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം നമുക്ക് ഈ എച്ച് കെയിനെ ഇങ്ങനെ എഴുതാം. കാരണം എന്താണ്? ഈ എച്ച് കെയിനെ ഇങ്ങനെ എഴുതിയില്ലേ, എച്ച് ടി ഇൻറ്റു ടി ഇൻവേഴ്സ് കെയ്ക്കകത്ത് ടി എന്ന് പറയുന്നത് എച്ച് ഇൻ്റർസെക്ഷൻ കെയിലെ ഏത് എലമെൻ്റ് എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത് എച്ച് കെയിനെ ഏത് രീതിയിലൊക്കെ ഇത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്? ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം. സോ അതാ പറഞ്ഞത് ഈച്ച് ഗ്രൂപ്പ് എലമെൻറ്റ് ഇൻ എച്ച് കെ ഈസ് റെപ്രസെൻറ്റഡ് ബൈ അറ്റ് ലീസ്റ്റ് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ പ്രോഡക്ട്സ് ഇൻ എച്ച് കെ. ബട്ട് എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് കെ ഡാഷ്. അപ്പം എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് കെ ഡാഷ് എന്നാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇംപ്ലൈസ് അങ്ങനെ രണ്ടെണ്ണം ഈക്വലായി വരികയാണെങ്കിൽ നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കെ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് കെ ഡാഷിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് ഇൻവേഴ്സിനെ അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും ഈക്വാലിറ്റിയുടെ, എന്നിട്ട് കെ ഡാഷിനെ ലെഫ്റ്റ് സൈഡിലോട്ടും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് എച്ച് ഇൻവേഴ്സ് എച്ച് ഡാഷ് ഈക്വൽ ടു കെ ഇൻറ്റു കെ ഡാഷ് ഇൻവേഴ്സ് എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ടി എന്ന് വിളിച്ചിരിക്കുക. ഈ ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ വരും. കാരണം എച്ച് ഇൻവേഴ്സ് എച്ച് ഡാഷ് എന്ന് പറയുന്നത് എച്ചിലെ എലമെൻ്റാണ്. കെ ഇൻറ്റു കെ ഡാഷ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയിലെ എലമെൻ്റാണ്. ഇത് രണ്ടും ഈക്വലാണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സും എച്ചിലും ഉണ്ടാവും കെയിലും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ ഉണ്ടാവും? എച്ച് ഇൻ്റർസെക്ഷൻ കെയിലുണ്ടാവും. സോ ദാറ്റ് അപ്പം ടി ഈസ് ഈക്വൽ എച്ച് ഇൻവേഴ്സ് ഓഫ് എച്ച് ഡാഷ് ആണെങ്കിൽ എച്ച് ഡാഷ് ഈസ് ഈക്വൽ നമുക്ക് എച്ച് ടി എന്ന് കിട്ടും. കെ ഡാഷ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? ടി ഇൻവേഴ്സ് കെ എന്ന് കിട്ടും. Thus each element in HK is represented by exactly order of H intersection K products. അപ്പോൾ നമുക്ക് എച്ച് ഡാഷ് ഈസ് ഈക്വൽ എച്ച് ഇൻറ്റു ടി ആൻഡ് കെ ഡാഷ് ഈസ് ഈക്വൽ ടി ഇൻവേഴ്സ് കെ എന്ന് കിട്ടി. ഈച്ച് എലമെൻ്റ് ഇൻ എച്ച് കെയിലെ ഓരോ എലമെൻറ്റും നമുക്ക് ഇങ്ങനെ ഓർഡർ ഓഫ് മീൻസ് നമ്മുടെ എച്ച് കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു എച്ച് കെ ഉണ്ടെന്ന് വിചാരിക്കുക. എച്ചിൽ നിന്ന് ഒരു എച്ച് എടുത്തു, കെയിൽ നിന്ന് ഒരു കെ എടുത്തു. ഇനി ഇൻ്റർസെക്ഷനിൽ നിന്ന് ഒരു ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഇൻറ്റു ടിയും ടി ഇൻവേഴ്സ് ഇൻറ്റു കെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ എച്ച് ഡാഷ് എന്നും കെ ഡാഷ് എന്നും വിളിക്കുന്നു നമ്മൾ.
എന്നിട്ട് ഈ എച്ച് ഡാഷും കെ ഡാഷും എവിടെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ്, എച്ചിലും കെയിലും ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എച്ച് കെ തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എച്ച് കെ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതേ പ്രോഡക്റ്റ് കിട്ടുന്ന വേറുള്ള എലമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ ഇത് ഈക്വൽ വരും? എച്ച് കെ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതേ പ്രോഡക്റ്റ് തരുന്ന വേറുള്ള എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്നൊരു എലമെൻറ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എച്ച് ഡാഷ് ഈസിക്കൽ എച്ച് ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, കെ ഡാഷ് ഈസിക്കൽ ടു ടി ഇൻവേഴ്സ് കെ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എച്ച് കെ ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടും എവിടെയുള്ള എലമെൻറ്റ്സുമാണ്? എച്ചിലും കെയിലും ഉള്ള എലമെൻറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് ഒരു എച്ച് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ പ്രോഡക്റ്റ് വരുന്ന എത്ര എലമെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ടി മാറ്റി മാറ്റി എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം അത്രയും ഇങ്ങനത്തെ എലമെൻറ്റുകളെല്ലാം ഒരേ പ്രോഡക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പം അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയണം ഇതിനകത്തുനിന്ന്. ഓക്കെ, അത്രയും ടൈംസ് വരുന്നത് കൊണ്ട് കറക്റ്റ് എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡിവൈഡ് ചെയ്ത് വരുന്നത്. ദസ് ഈച്ച് എലമെൻറ്റ് ഇൻ എച്ച് കെ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സാക്ട്ലി ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ പ്രോഡക്ട്സ്. സോ ഓർഡർ ഓഫ് എച്ച് കെ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. കാരണം എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കെ തന്നെ തരുന്ന ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സും ഇതേ എച്ച് കെയിനെ തരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അപ്പം നമ്മൾ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ആ വരുന്ന എക്സ്ട്രാ വന്നതെല്ലാം നമുക്ക് കളയണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. ഓക്കെ, ഇനി എക്സാമ്പിൾ 6. എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 75 can have at most one subgroup of order 25. Group of order 75 can have at most one ഒരു 75 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പിന് അറ്റ്മോസ്റ്റ് വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 25 ആയിരിക്കും ഉണ്ടാകുക. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.